അപ്പോൾ പറഞ്ഞു വന്നത് കണ്ണന്താനംജിയുടെ ആവേശത്തിൻ്റെ കാര്യമാണല്ലോ. കാര്യത്തിനു പിന്നിൽ കാരണവും ഉണ്ടാവുമല്ലോ. ഒരു വളരെ ആത്മവിശ്വാസത്തോടുകൂടി വിജയവിശ്വാസത്തോടുകൂടി നമുക്കെല്ലാവർക്കും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ മാത്രമല്ല കേരളത്തിലും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയം. അതെന്താണപ്പാ പൊടുന്നനെ വിജയവിശ്വാസമുണ്ടാക്കിയ ആ സാഹചര്യം? അതങ്ങോട്ട് പിടികിട്ടിയില്ല. മിസൈൽ വേധിച്ചുകൊണ്ടുള്ള നമ്മുടെ പരീക്ഷണം പരിപൂർണ വിജയത്തിലെത്തിയിരിക്കുകയാണ്. ലോകം മുഴുവൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനാവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെയും എല്ലാവരും അഭിനന്ദിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇല്ലെങ്കിലും ചിലരൊക്കെ പ്രധാനമന്ത്രിയെയും അഭിനന്ദിച്ചിട്ടുണ്ട്. അതല്ല, ഈ മിസൈൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കുക? ഈ ഉപഗ്രഹ നിഗ്രഹം സത്യത്തിൽ കേവലം ഉപഗ്രഹ നിഗ്രഹം മാത്രമല്ല, നമ്മുടെ ശത്രുവിൻ്റെ നിഗ്രഹവും കൂടിയാണ് പരോക്ഷമായിട്ട് ഇന്നലെ നിർവഹിച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല. ആ മിസൈൽ BJPയുടെ ഏത് ശത്രുവിനെയാണ് നിഗ്രഹിച്ചത് എന്ന് പിടികിട്ടിയില്ല. അതൊന്ന് തെളിച്ചു പറഞ്ഞാട്ടെ. ഉപഗ്രഹ നിഗ്രഹം നടത്തിയപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിക്കുന്നതിന് പകരം കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം അവരെ അവഹേളിക്കാനും അപഹസിക്കാനും ഇത് കുറച്ച് കാണാനുമാണ് തയ്യാറായത്. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. അതായത് ഉപഗ്രഹ നിഗ്രഹം നടത്തിയ ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷേ ഇതിലൂടെ വരാനിക്ക തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UPAയുടെ നിഗ്രഹവും കൂടി നടത്തുമോ എന്ന സംശയമാണ് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളെ ഭയപ്പെടുത്തുന്നത്. അല്ല, മിസൈൽ അയച്ച് UPA തകർക്കാൻ ഇതെന്താ യുദ്ധമാണോ? ഇതൊരു തെരഞ്ഞെടുപ്പ് യുദ്ധമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം, മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള UPA പ്ലസ് LDF എല്ലാം ചേർന്നുള്ള സഖ്യം. പക്ഷേ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സേനാധിപതി ഒളിച്ചോടിയിരിക്കുകയാണ്. വയനാട് ചുരം കയറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. വയനാട് ചുരം കയറില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത കണ്ടപ്പോൾ പൊളിറ്റിക്സിന് മനസ്സിലായത്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കേണ്ടെന്ന് CPM തീരുമാനിച്ചത്രേ. CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഈ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലായിരിക്കില്ല. മണി, വടി, കുടം ഇതൊക്കെ ചിഹ്നത്തിലായിരിക്കും മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സത്യമാണ്. കുടം ഒരു മോശം ചിഹ്നം തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മുടെ തുഷാറിൻ്റെ പാർട്ടി മത്സരിച്ചത് ആ ചിഹ്നത്തിലായിരുന്നല്ലോ. അതിരിക്കട്ടെ, സ്ഥാനാർത്ഥി എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന വളരെ ലളിതമാണ്. ഞാനിവിടെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ടാണ് ഞാൻ IAS കയറിയിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അതിനെ പറഞ്ഞു, ഞാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. ഞാൻ ഒരു വാഗ്ദാനം ആർക്കും കൊടുക്കാറില്ല. ഞാൻ ആകെ പറയാനുള്ള ഇതാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വോട്ടുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇതൊക്കെ ശരിയായിരുന്നു. ഇതിപ്പോൾ മോദിയുടെ ചിത്രം കാണിച്ച് ജയിക്കാനാകുമോ? അദ്ദേഹം തിരിച്ചു വരിക, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ജയിച്ചു വന്നാൽ അത് പ്രധാനമന്ത്രിക്ക്, മോദിജിക്ക്, അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ് ഞങ്ങളെല്ലാവരും. കേരളത്തിൽ നിന്നുള്ള സ്റ്റെപ്പ് ചവിട്ടിയിട്ട് മോദി കയറുമെന്ന് തോന്നുന്നില്ല.